ഹായ് എവരി വൺ, വീണ്ടും ജിയോമെട്രി ഡാഷായിട്ട് ഞാൻ വന്നേക്കാണ്. പിന്നെയും കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ, കാരണം വ്യൂസ് ഇല്ല, തീരെ വ്യൂസ് ഇല്ല. മറ്റേതിന് ലൈക്ക് അതിന് മുമ്പിട്ട വീഡിയോയ്ക്ക് 138 സംതിങ് വന്നപ്പോൾ അതിൻ്റെ 114 കുറവെങ്ങാണ്ട കിട്ടിയത്. 33 വ്യൂസ് എങ്ങാണ്ട കിട്ടിയ ഈ ജിയോമെട്രി ഡാഷിന് ഇട്ട വീഡിയോയ്ക്ക്. സോ അത് മാറ്റണം. അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും വന്നേക്കാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സോ ജിയോമെട്രി ഡാഷ് ലൈറ്റിന് ഒരുപാട് അപ്ഡേറ്റ് വന്നു. ആൻഡ് അന്നത്തെ പോലെ അല്ലാണ്ട് നമ്മുടെ നോർമൽ ജിയോമെട്രി ഡാഷ് ടവർ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ ലെവൽ വന്നിട്ടുണ്ട്, ബ്ലാസ്റ്റ് പ്രോസസ്സിങ്. ഓർഡറിൽ കംപ്ലീറ്റ് ആക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഞാൻ ഇതുവരെ എത്തിയിട്ട് ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഫൈനലി കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി കുറേ നാൾ മുമ്പാ, കുഴപ്പമില്ല. ഇതാണ് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇതിൽ നോക്കാം. ഈ സ്കിന്നും പണ്ടത്തെ ഗെയിമൊക്കെ കളിച്ച് വയൽ സ്കിന്നെന്ന് പറഞ്ഞാൽ ഈ ഐക്കണും ഇതിൻ്റെ പടവും ഒക്കെ പുതിയ അപ്ഡേറ്റ് കിട്ടിയതാ. അപ്പം അങ്ങനെയൊക്കെ പോകാൻ നേരം ഈ ലെവലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞത്തെ ഇതിൽ കളിച്ചതാണ്. അന്ന് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയുള്ളൂ. ഇപ്പം ഞാൻ കില്ലാടിയായി. അതുകൊണ്ട് ഞാൻ കില്ലാടി പറഞ്ഞു തീർന്നില്ല. കില്ലാടിയും പോക്കൊന്നും ആയിട്ടില്ല, എന്നാലും അടുത്തൊക്കെ എത്തി. എത്രയായി? 74% കംപ്ലീറ്റ് ചെയ്തു. ഇത് പിന്നെ മിണ്ടാണ്ടിരുന്ന് കളിച്ചാലും അങ്ങനെയൊന്നും കാര്യമില്ല. ഇത് ഈ ഫ്ലൈയിങ് ഓർബ് എന്ന് പറഞ്ഞ സാധനം ലൈക്ക് ലക്ക് ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ ഫോണിൽ കേട്ടോ. ഈ മൊബൈൽ ഓക്കെ കമ്പ്യൂട്ടറിലെ ടാലൻറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ലൈക്ക് സീരിയസ്ലി ഞാൻ പറയണതാണ്, ഒരു മൊബൈലിൽ എന്തോരം ഒരാൾക്ക് കുത്താൻ പറ്റും. ആ ഫോണിൻ്റെ സ്ക്രീൻ ഒടിഞ്ഞു പോണതിന് മുമ്പ് എത്ര ഇട്ട് കുത്താമെന്ന് എവിടെയായിരുന്നു? ഒരാൾക്ക് എന്തോരം ഒരു ഫോണിലിട്ട് കുത്താൻ പറ്റും. ആ സ്ക്രീൻ പൊടിഞ്ഞു പോണ വരെ കുറച്ചേ പറ്റുള്ളൂ. അതാണ് പറയണത്. ഇത് ഞാൻ 8 മിനിറ്റ് ആക്കാൻ പോകും. കാരണം വീഡിയോ അത് മതി. ജസ്റ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. അല്ലെങ്കിൽ ഞാൻ അടുത്ത കൊല്ലമൊക്കെ ചിലപ്പോൾ ഇടുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സംസാരം നിർത്താൻ പോണി ഞാൻ. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിട്ട് അലച്ചോണ്ടിരിക്കാം. പക്ഷെ സ്റ്റിൽ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാൻ പോണേ. ഇങ്ങനെ കിടന്ന് പളപളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒന്നും ശരിയാവില്ല. ഇതിന് എന്നുവെച്ചാൽ മിണ്ടാണ്ടിരുന്നു എന്ന് വെച്ചാൽ ശരിയാവില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുക. ഇത് പുതിയ ലെവലാണ്. ഈ ലെവല് മറ്റേതിനേക്കാൾ എളുപ്പമാണ്. കാരണം ആ മുഖം കണ്ടറിയാലോ. ഇനി ഇതിൽ പുതിയ ഇത് വന്നിട്ടുണ്ട്. എന്ത് വന്നിട്ടുണ്ട്? പുതിയ ലെവല് വന്നിട്ടുണ്ട്. ഇതാണ് ഈ സാധനം. ഇതിൻ്റെ സാധനത്തിൻ്റെ പേരാണ് വേവ് എന്ന് പറയുന്നത്. എനിക്ക് പണ്ട് ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഇത് കളിച്ചിട്ടില്ലെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ ഇതിലൊക്കെ ഒരു അമേറ്റർ പ്രോയാ, അല്ലെങ്കിൽ റിയൽ റേസിംഗ് 3-ലൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ ആരെങ്കിലും? റിയൽ റേസിംഗ് 3 ഉള്ളതാ പ്രോ AM. അതായത് പ്രോ അമേറ്റർ എന്നുള്ളത്. അതായത് കട്ട പ്രോയല്ല, എന്നാൽ കട്ട ന്യൂബും അല്ല, അങ്ങനെയുള്ളതിനാണ് പ്രോ AM എന്ന് പറയുന്നത്. ഞാനതാ ഈ ഗെയിമിലൊക്കെ റിയൽ റേസിംഗ് 3-ൽ പക്ഷെ ഞാൻ മാസ്റ്ററാണ്. എൻ്റെ റാങ്ക് മാസ്റ്റർ എത്തി. വൃത്തിയായിട്ട ഫോൺ ലാഗായി പോയി. പിന്നെ മ്യൂസിക് ഇടാത്തതിൻ്റെ കാരണം എനിക്കൊരു ഐഡിയ ഇല്ല കോപ്പി റൈറ്റ് കിട്ടുമല്ലോ. അത് പിന്നെ കോപ്പി റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, വീണ്ടും മ്യൂസിക് ഇല്ലാണ്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. എനിക്ക് വയ്യാന്നില്ല മണിക്കൊന്നും. ഈ ലെവലിൽ ഏതൊക്കെ മ്യൂസിക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് കളിച്ചു നോക്കാം, എന്നേ പറയുള്ളൂ. പ്രമോഷനൊന്നല്ല, എനിക്കൊക്കെ ആര് പ്രമോഷൻ തരാനാണ്? തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. എനിവേസ് 5 മിനിറ്റ് ആയി.
ഇവിടെ. ഇതിനും വ്യൂസ് കുറച്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ, കാരണം ലിറ്ററലി ഇതാണല്ലോ എൻ്റെ ഫാർമിംഗ് സിമുലേറ്ററിൻ്റെ വീഡിയോ. സത്യം പറഞ്ഞാൽ കുറച്ച് കിട്ടിയിട്ടുണ്ടായി, കാരണം അത് 18 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് 8 മിനിറ്റ് ആക്കിയതാണ്. അതെ, എഡിറ്റ് ചെയ്ത് 8 മിനിറ്റ് ആക്കിയതാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് 8 മിനിറ്റ് ആക്കി. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മാത്രമല്ല അതിൽ ഞാനൊന്നും പറയണമില്ല, ഒന്നും മുഖവും. ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് അന്ന് എവിടെ നിന്ന് തുടങ്ങിയോ അതിൻ്റെ തൊട്ട് അപ്പുറത്തെ ലെവലിൽ നിന്നോട്ട് തുടങ്ങാം. സീരിയസ്ലി എനിക്ക് വയ്യ, എനിക്ക് ക്ലട്ടർ പങ്ക് ഉണ്ടാക്കാൻ വയ്യ. ബാക്കിയുള്ളതൊക്കെ പിന്നെ എളുപ്പമാണ്. ഇതാണ് ഞാൻ കളിച്ചേക്കണതിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പ ലെവൽ. ഇത് കളിച്ചൊക്കെ പറയുന്നത് ഇതാണ് അവർ കളിച്ചേക്കണതിൽ ഏറ്റവും പാടായിട്ടുള്ള ലെവൽ എന്നാണ്. എനിക്കിത് ഭയങ്കര എളുപ്പമാണ്, കാരണം ഇതിൽ മറ്റേ ഫ്ലൈയിങ് ഓർബുകൾ വളരെ കുറവാണ്. ഇതൊക്കെ ഫ്ലൈയിങ് ഓർബുകളാണ്, പക്ഷേ ക്ലട്ടർ പങ്കിനേക്കാൾ ഒരുപാട് കുറവാണ്. അയ്യോ, പേടിച്ചു പോയി ഞാൻ. ചെറുതായിട്ടൊന്ന് ഭയന്നു പോയി അവിടെ എത്തിയപ്പോൾ. കുഴപ്പമുള്ള കാര്യമില്ല ഇതൊക്കെ. ഇത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തോറ്റ് കഴിയുമ്പോൾ പറയാം. ജയിച്ചു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെന്ന് പറയാം, തോറ്റ് കഴിഞ്ഞാൽ ആവശ്യമില്ല എന്ന് പറയാം. ഐഡിയ അതാവുമ്പോൾ ഞാൻ ഇങ്ങനെ മറ്റേ ഇതായി തോറ്റതാണെന്ന് ആരും മനസ്സിലാക്കിയില്ല, ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ വേണമെന്ന് വെച്ച് തോറ്റതാണ്. ആക്ച്വലി ഞാൻ വേണമെന്ന് വെച്ച് തോറ്റതായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റ്. ഇതും തിയറി ഓഫ് എബിലിറ്റിങ്ങിനേക്കാൾ ഇച്ചിരിയും കൂടി നേരം എടുത്തു. ഇച്ചിരി നേരം എന്ന് പറയുമ്പോൾ 5 ദിവസം. മറ്റേത് ഞാൻ 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലട്ടർ പങ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം, ഡെഡിക്കേഷൻ എല്ലാം ഉണ്ട്. ഇതിലെൻ്റെ സൗണ്ട് റെക്കോർഡാൻ വേണ്ടിയിരിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. പറയുന്നത് അതെന്താ, എനിക്കതെൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗെയിം കളിച്ചിട്ടല്ല, ലെവൽ കളിച്ചിട്ട് 8 മിനിറ്റ് ആയി. എന്നാൽ പിന്നെ 9 മിനിറ്റ് ആവട്ടെ. എൻ്റെ ഫോണിന് തീരെ ഇഷ്ടപ്പെടണ്ടേ. ഞാൻ വാക്ക് പറഞ്ഞതായിരുന്നേ തുടങ്ങിയപ്പോൾ 8 മിനിറ്റിന് കഴിക്കാന്ന്. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ എൻ്റെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ കുണ്ടംപൊരി സംഭവത്തെ കുറിച്ച്. അതിനാകെ കൂടി ഒരു വ്യൂ. അതാരാ ഞാൻ ഇങ്ങനെ ചെറിയ വീഡിയോ ഇടുമ്പോൾ ആരും കാണാനില്ല. എന്താണെന്ന് എന്നോടാ അത് ഷോർട്ടാക്കി ഇടാൻ പറ്റത്തില്ല, കാരണം 1 മിനിറ്റ് 33 സെക്കൻഡ് എങ്ങാണ്ടുണ്ട്. 9 മിനിറ്റ് ഇത് ചത്തു. സഹൃദകരെ എനിക്ക് മതിയായി, സത്യം പറയാലോ. ഒന്നാമത്തേത് 9 മിനിറ്റ് ആയി. സോ ഞാനൊന്നും പറയണില്ല, ഞാൻ ടെക്സ്റ്റ് അടിച്ച് വെച്ചോളാം. ബൈ.